ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ആറ്റുകാൽ പൊങ്കാലയുടെ കുറച്ച് ഭാഗങ്ങളാണ്. ആറ്റുകാൽ പൊങ്കാല ഇടാനുള്ളൊരു ഭാഗ്യം ഈ വർഷം നമുക്കുണ്ടായി. ഈ വർഷം എന്നല്ല, കഴിഞ്ഞ 1-2 വർഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അതിനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. അങ്ങനെ നമ്മളിവിടെ ഗോവയിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മൾ എവിടെയാണോ അവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. ഇപ്രാവശ്യം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഫ്രണ്ട് ആദ്യമായിട്ട് ആ പൊങ്കാല ഇടുന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് ഒരുമിച്ച് ഇടാലോ എന്ന് കരുതി അങ്ങനെ അവിടെ പോയി ഇട്ടത്. അപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഒരുങ്ങുന്ന കാര്യങ്ങളായാലും ഒന്നും ഇൻട്രോയും കാര്യങ്ങളും ഒന്നും ധൃതിയായിപ്പോയി. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി അങ്ങോട്ട് എത്താനുള്ളൊരു ധൃതിയായിപ്പോയി. അങ്ങനെ അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ട് അവർ രണ്ടും 4 മക്കളും എല്ലാം 4 പേരൂടെ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പൊങ്കാല ഇട്ടാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് എല്ലാം ഒരുക്കി വെച്ചിരുന്നു. പിന്നെ സമയം നോക്കി നമ്മൾ മൊബൈലൊക്കെ നോക്കിയിട്ടാണ്, മൊബൈലൊക്കെ ഓണാക്കി വെച്ച് ലൈവൊക്കെ നോക്കി അതിൻ്റെ ടൈമിങ്ങും ഒക്കെ നോക്കിയാണ് നമ്മൾ തീ കൊളുത്തിയതും. പിന്നെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. ഇപ്രാവശ്യത്തെ പൊങ്കാല മോളാണ് ഇട്ടത്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ പോയി പൊങ്കാല ഇട്ടത് ഞാൻ ഒരു പ്രാവശ്യം ആറ്റുകാലിൽ പോയി പൊങ്കാല ഇട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രാവശ്യവും ഗോവയിൽ തന്നെ ഇട്ടത്. ആദ്യമായിട്ടൊരു പൊങ്കാല ഇട്ടതിൻ്റെ സന്തോഷമൊക്കെ മോളുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക് കേട്ടോ. സ്വന്തമായിട്ട് പൊങ്കാലയൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം വാഴയില വെച്ച് എല്ലാം മൂടി വെച്ചിട്ട് നേരെ പിന്നെ കാപ്പി കുടിക്കാൻ വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഇവിടെ എല്ലാം കല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് പിന്നെ 2:15 ആയപ്പോഴത്തേക്കും നമ്മൾ മൊബൈലിൽ നോക്കിയിട്ട് അവിടെ നേദിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നേദിച്ചെടുത്തു. ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും അമ്മയ്ക്ക് പൊങ്കാല ഇടാനുള്ള ഒരു അനുഗ്രഹം അമ്മ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു.